സമസ്ത ലീഗ് തർക്കം രൂക്ഷമാകുന്നു. പട്ടിക്കാട് ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിൽ നിന്നും സമസ്തയിലെ ലീഗ് വിരുദ്ധരെ ഒഴിവാക്കി. സത്താർ പന്തല്ലൂർ, ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്നീ നേതാക്കളെ ഒഴിവാക്കാനാണ് ശ്രമിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ ജോഷില ചേരുന്നു. ജോഷില, ലീഗ് സമസ്ത തർക്കം രൂക്ഷമായി തുടരുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. തീർച്ചയായും അജിംഷാദ്, ലീഗ് സമസ്ത ബന്ധം അത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പല രീതിയിലുള്ള സമവായ ചർച്ചകളടക്കം നടത്തിയിട്ടും സമസ്തയെ എങ്ങനെയെങ്കിലും ലീഗിൻ്റെ പിടിമുറുക്കുക, ലീഗ് സമസ്തയിൽ പിടിമുറുക്കുക എന്നുള്ള ലീഗിൻ്റെ നയം മാറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം പട്ടിക്കാട് ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിൽ നിന്ന് സമസ്തയിലെ ലീഗിനെ എതിർക്കുന്നവരെ എല്ലാം ഒഴിവാക്കിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സത്താർ പന്തല്ലൂർ, ഹമീദ് ഫൈസി അമ്പലക്കടവ് തുടങ്ങിയ നേതാക്കളുടെ പേരുകൾ തന്നെ ഇതിൽ നിന്നും മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, മറ്റൊരു കാര്യം, സമസ്ത സംരക്ഷണ വേദി ഉണ്ടാക്കിയ ലീഗ് നേതാക്കളുടെ പേര് ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, യാസർ ഫൈസി കൂടത്തായി, ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, പുത്തനേഴി മൊയ്തീൻ ഫൈസി, കുട്ടി ഹസൻ ദാരിമി, സലീം എടക്കര എന്നിവർ ഈ ഒരു ലിസ്റ്റിലുണ്ട് എന്നുള്ളതുമാണ്. അതേസമയം തന്നെ ഉമർ ഫൈസി മുക്കം അടക്കമുള്ള ആളുകളെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്തായാലും സമസ്തയിലുള്ള ലീഗിന്റെ പിടിമുറുക്കത്തെ മതസംഘടനയായ സമസ്തയിൽ അത്തരമൊരു രാഷ്ട്രീയ സംഘടനയുടെ കൂടുതൽ ഇടപെടൽ വേണ്ട എന്നുള്ളത് തന്നെയായിരുന്നു. പാണക്കാട് സാദിഖ് അലിയെ എതിർത്ത ലീഗ് വിരുദ്ധരായിട്ടുള്ള സമസ്തയിലെ നേതാക്കന്മാരെ, ഉമർ ഫൈസി മുക്കം അടക്കമുള്ളവരെ ഒക്കെ ഒഴിവാക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അതായത് സമസ്ത ലീഗ് തർക്കം പരിഹരിക്കപ്പെട്ടില്ല, രൂക്ഷമായി തുടരുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. ജോഷിലയുടെ വിവരങ്ങൾ നൽകിയത്.